بسم الله الرحمن الرحيم. ചോദ്യം: ആത്മഹത്യ ചെയ്തവൻ്റെ മേലുള്ള മയ്യത്ത് നിസ്കാരവും കഫൻ ചെയ്യുന്നതും മയ്യത്ത് കുടിപ്പിക്കുന്നതും അതിലേക്കൊക്കെയും പോകുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദ്യം അങ്ങനെ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും ചോദ്യത്തിന് പ്രതീക്ഷിക്കുന്നു. ആത്മഹത്യ ചെയ്തിട്ട് മരിക്കുക എന്നുള്ളത്, മരണപ്പെടുക എന്നുള്ളത് വലിയൊരു തെറ്റാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല ചെയ്യുന്നതും സ്വന്തം ശരീരത്തിനെ കൊല ചെയ്യുന്നതും ഒരേപോലെയാണ്. അതിനെക്കുറിച്ച് ഖുർആൻ വളരെയധികം കർശനമായ നിലയ്ക്ക് എതിർത്തിട്ട് പറഞ്ഞതായിട്ട് കാണാം. ഒമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫിഹാ. ഇങ്ങനെ ആയിരിക്കും ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ കാണാം. എൻ്റെ ഓർമ്മയിലെടുത്തിട്ട് ഞാൻ ഓതിയതാണ്. ഒരാൾ മുഅ്മിനായ മനുഷ്യനെ കരുതി കൂട്ടിയിട്ട് കൊല ചെയ്താൽ, അത് പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യനാകട്ടെ അവൻ്റെ സ്വന്തം ശരീരത്തിനെ ആകട്ടെ, കൊല ചെയ്താൽ അവൻ കാലാകാലമായി ജഹന്നമ എന്നുള്ള നരകത്തിൽ ആയിത്തീരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കാലാകാലം ജഹന്നമ എന്നുള്ള നരകത്തിലായിരിക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായിട്ട് കാണാം, കാലാകാലം എന്ന് പറഞ്ഞത് അത് സജ്റൻ എന്നുള്ള നിലക്ക് അവനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഹൃദയത്തിൽ ഈമാനുള്ളവനാണോ എങ്കിൽ അവൻ കാലാകാലം നരകത്തിൽ കിടക്കൂല. അവനെ അള്ളാഹു നരകത്തിലിട്ട് ശിക്ഷിച്ചിട്ട് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം അവനെ സ്വർഗത്തിലേക്ക് കടത്തും. അവിടെ കാലാകാലം എന്ന് പറഞ്ഞത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. ഇന്ന് ആത്മഹത്യ എന്നുള്ളത് ഒന്ന് വ്യാപകമായി കൊണ്ടുവരികയാണ്. പെണ്ണിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ മൊബൈലിൻ്റെ അടിമയായിട്ട്, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നയുടെ പേരിൽ ഇന്ന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരമുണ്ട്. അതിനൊക്കെ എല്ലാ നിലക്കുള്ള പരിഹാരം ദീനിലുമുണ്ട്. സാമ്പത്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ആളുകളുണ്ട്, മുതലാളിമാരുണ്ട്, ഉസ്താദുമാരുണ്ട്. എല്ലാ പ്രശ്നത്തിനേക്കും ഒരു പരിഹാരമുണ്ട്. ക്ഷമ എന്നുള്ള ജീവിതത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടിട്ടുണ്ടാകേണ്ട ഒന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിനെ അവൻ കൊല ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്ന്, പിന്നൊരു മുഅ്മിനായ മനുഷ്യനെ കൊല ചെയ്യുമ്പോൾ അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ്. ആരാധനെ, നിസ്കാരത്തിനെ, നോമ്പിനെ, ഖുർആൻ ഓതുന്നതിനെ, അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന സൽക്രമത്തിനെ ഇവൻ ഇല്ലാതാക്കിയതുപോലെ അവന്റെ സ്വശരീരത്തിനെ ഇവൻ കൊല ചെയ്യുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ, നിസ്കാരം, റബ്ബിനിക്ക് കൊടുക്കേണ്ട നിസ്കാരം, നോമ്പുകൾ, അതുപോലെ ഖുർആനൊത്തുകൾ, കുടുംബത്തിനെ വളർത്തുന്നത്, പോറ്റുന്നത്, അതുപോലെയുള്ള നന്മകൾ എല്ലാം ഇവൻ ഇല്ലാതെയാക്കിയതുപോലെ അള്ളാഹുവിനെ മരിപ്പിക്കാതെ ഇവൻ തന്നെ സ്വന്തത്തിൽ അള്ളാഹുവിനിക്ക് കൊടുക്കുന്നതിനെ തടസ്സമാക്കിയതുപോലെയാണ്. അത്രത്തോളം വലിയൊരു തെറ്റാണ് ആത്മഹത്യ എന്നുള്ളത്. പക്ഷെ അവസാനമായിട്ട് എനിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അത് ഹറാമാണ്. കള്ളുകുടി, വ്യഭിചാരം അതിനേക്കാളും കർശനമായ ഹറാമാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യൽ കൊണ്ടിട്ട് ഇസ്ലാമിൻ്റെ പുറത്ത് പോകൂല. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ ചെയ്യേണ്ട എല്ലാ കാര്യവും അദ്ദേഹത്തിനേക്ക് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകണം. അതുപോലെ അയാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണം. എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം. എല്ലാവരും. നബിന്റെ കാലഘട്ടത്തിൽ നബി തങ്ങൾ കടം ബാക്കി വെച്ച ആളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഫുഖഹാക്കൾ അതൊന്നും ആത്മഹത്യ ചെയ്ത് മരിച്ചവന്റെ പേരിൽ ഉസ്താദുമാർ നിസ്കരിക്കരുത് എന്നോ അങ്ങനെ എവിടെയും ഫുഖഹാക്കൾ പറഞ്ഞതായിട്ട് കാണുന്നില്ല. ആത്മഹത്യ ചെയ്തിട്ട് മരിച്ചാലും മയ്യത്ത് നിസ്കരിക്കണം, കുളിപ്പിക്കണം, അയാളുടെ ജനാസയിൽ കൂടെ പോകണം, അയാളെ കബറടക്കം ചെയ്യണം. അയാളുടെ ഭാഗത്തിൽ നിന്ന് വന്ന ആ തെറ്റിന് വേണ്ടി റബ്ബ് പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട്, പൊരുത്തപ്പെട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെക്കാൾ സാധിക്കുന്ന നിലക്ക് ഞങ്ങൾ മാഫ് ചോദിക്കണം. അയാൾക്ക് വേണ്ടി മാഫ് ചോദിക്കണം. അയാളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേയെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ക്ഷമയെക്കുറിച്ച്, ആത്മഹത്യയുടെ ആ കുറ്റത്തിന്റെ ആ ഗൗരവത്തിനെ കുറിച്ച് എല്ലാ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നാം നമ്മുടെ കുടുംബക്കാരോടായിട്ട് നല്ല നിലക്ക് ബന്ധത്തിലുണ്ടാകണം. നാട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കണം. ഓരോ മഹലിന്റെ പ്രസിഡന്റ്, അതുപോലെ ജമാഅത്തിന്റെ ഖത്തീബ് ഉസ്താദ്, ബന്ധപ്പെട്ട നേതാക്കന്മാർ അവരുടെ മഹലിനെ എല്ലാം വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടോ എന്നിങ്ങനെ ഉള്ളതിനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ചെറുപ്പക്കാരെ എല്ലാ ഷർറിനെ തൊട്ട്, എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട്, അതുപോലെ ആത്മഹത്യ പോലെയുള്ള തെറ്റുകളെ തൊട്ട്, അതുപോലെ ഗാഞ്ച പോലെയുള്ള മയക്കുമരുന്നിനെ തൊട്ടൊക്കെയും അള്ളാഹു നമ്മുടെ എല്ലാ ചെറുപ്പക്കാരെയും നമ്മയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.